ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. വഖഫ് ബില്ല് പാസ്സാക്കിയത് നന്നായി, രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP മെച്ചപ്പെടും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മംഗളം പത്രമാണ്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തുകാർ പണം കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് വലിയ വിവാദമായി. പെന്തക്കോസ്റ്റൽ സമൂഹമൊക്കെ ശക്തമായിട്ട് ഇദ്ദേഹത്തിനെ എതിർത്തു സംസാരിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് പറയുമ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ, അതായത് SNDP യുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇദ്ദേഹം ഒരു അവസരവാദിയാണ്. ഇടതുപക്ഷത്തിൻ്റെയും കൂടെ കൂടും, BJPയുടെയും കൂടും, കോൺഗ്രസിൻ്റെ കൂടെയും കൂടും. അവസരം കിട്ടുമ്പോൾ അവസരത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അവസരവാദിയായിട്ടാണ് പൊതുവെ ജനം ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിൽ നിന്നുള്ള 18 പേരോളം ഇപ്പോൾ പെന്തക്കോസ്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. എന്തായാലും ഇദ്ദേഹം വഖഫ് ബില്ല് പാസ്സായത് നന്നായി എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP മെച്ചപ്പെടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. രാജീവ് ചന്ദ്രശേഖരൻ ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, വളഞ്ഞ വഴി അറിയാത്ത ഒരു നേതാവാണ്. BJPയിൽ എല്ലാവരും ഒരേ ഗ്രൂപ്പായി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അണിനിരക്കുമെന്നാണ് വിശ്വാസം. കഴിവുള്ള കച്ചവടക്കാരനായ നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. വഖഫ് ബിൽ പാസ്സാക്കിയത് നന്നായി, മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും. ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരല്ല, നിയമം ഗുണകരമാണ്. മുസ്ലിങ്ങളുടെ ശക്തി തെളിയിച്ചതാണ് ലോക്സഭയിൽ കണ്ടതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. എമ്പുരാൻ സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണുന്ന സ്വഭാവം എനിക്കില്ല. അതിനെക്കുറിച്ച് പലരും പലതും പറയുന്നു. കൂടുതൽ പറഞ്ഞ് എന്നെ കുഴപ്പിക്കണ്ട എന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയുമായി കാലങ്ങളായി ബന്ധമാണ്, നല്ല ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തായാലും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഗുണകരമായി, നല്ലതായി. കാരണം വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയത് നന്നായി എന്നുള്ളത് അദ്ദേഹം ഇന്നലെയാണ്, അല്ല ഈ ബില്ല് പാസ്സായതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഒരുപക്ഷെ ഭയപ്പെട്ടിട്ടിരിക്കാം. PC ജോർജിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ PC ജോർജിൻ്റെ മകനായ ഷോൺ ജോർജാണ് ഇതുമായി ബന്ധപ്പെട്ട്, മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്നത് ഈ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിനെ പോലെ ഒരു ശക്തനായ നേതാവിൻ്റെ കഴിവിൻ്റെ ഒരു പരിണിത ഫലമാണ്, തൻ്റെ ആ ശ്രമത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പം നിവാസികൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരവാദിയാണെങ്കിൽ പോലും ഈ വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് പാസ്സായതിന് ശേഷമാണ് ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് പറയാൻ ഒരു പക്ഷേ ഭയമായിരുന്നിരിക്കാം. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. വഖഫ് ബില്ല് പാസ്സായത് നന്നായി എന്നാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇത് ഓരോ കേരളീയൻ്റെയും, കേരളത്തിലുള്ള ഓരോ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മനസ്സിലുള്ള ആശയമാണ്. ഈ വഖഫ് ബിൽ പാസ്സായത് നന്നായി, ജനങ്ങൾക്ക് മനസമാധാനമായിട്ട് ജീവിക്കാം. സുപ്രീം കോടതിയേക്കാൾ ഉയർന്ന അധികാര പരിധിയാണ് ഈ വഖഫ് ബോർഡ് ട്രൈബ്യൂണലിന് കൊടുത്തിരുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ ഭരണഘടനയേക്കാൾ ഉയർന്ന ഒരു നിയമം അത് കൊണ്ടുവരാൻ BJP ഗവൺമെൻറ് ഇവരെ അനുവദിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എത്ര വലിയ നിയമം ഇവിടെ ഉണ്ടെങ്കിലും അതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും ഉയർന്നതെന്നും ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ഈ BJP ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.